ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, കുറച്ച് ഗെയിംസ് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു. എന്ത് ഗെയിംസ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ഗെയിംസാണ്. പ്യുവർലി ഡ്രൈവിംഗ് ഗെയിംസാണ്. ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് വേറെ റേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഗെയിമാണ് ഇത്. അങ്ങനെ റേറ്റിംഗ് കൊടുത്തിട്ടുള്ള സംഭവമായിട്ടൊന്നുമല്ല ഞാൻ ചെയ്തേക്കുന്നത്. ജസ്റ്റ് എനിക്കറിയാമെന്നുള്ള ഒരു 5 ഗെയിംസ്, ടോപ്പ് അങ്ങനെ സംഭവമൊന്നുമില്ല. ഓക്കെ, എനിക്കറിയാവുന്ന നൈസായിട്ടുള്ള അത്യാവശ്യം കിട്ടുന്നതായിട്ടുള്ള 5 ആൻഡ്രോയിഡ് iOS ഗെയിംസാണ് ഞാൻ പരിചയപ്പെടുത്തി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഈ ഗെയിംസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ iOS ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് ചെയ്യാം. നിങ്ങൾ കയറി ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ കളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗെയിം വരുന്നത് ഡ്രൈസോൺ ഓൺലൈൻ ആണ്. ഡ്രൈസോൺ ഓൺലൈൻ ആണ്, ഇതാണ് ഗെയിം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നൈസ് ഗ്രാഫിക്സ് ക്വാളിറ്റി ആയാലും കാറിൻ്റെ ക്വാളിറ്റി ആയാലും ഒക്കെ കിട്ടിലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗെയിമാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ല് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റും. വണ്ടിയൊക്കെ നമുക്ക് അത്യാവശ്യം രീതിയിൽ ട്യൂൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ബോഡി കിച്ചൊക്കെ കയറ്റാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഒരു മൾട്ടിപ്ലെയർ, ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ ഗെയിമാണ്. അത്യാവശ്യം നൈസ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു തീരെ ലോ എൻഡിൽ കളിക്കാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം ഒരു മിഡ് റേഞ്ച് തൊട്ട് മേളിലോട്ട് നിങ്ങൾക്ക് ഡിവൈസസിൽ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗെയിമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. രണ്ടാമത്തെ ഗെയിം CPM2 ആണ്. CPM1 എന്നൊരു വേറൊരു ഗെയിമുണ്ട്. പക്ഷേ ഞാൻ കളിച്ച് നോക്കിയിട്ട് എനിക്ക് CPM1 കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയൊരു ഗെയിമാണ് CPM2 എന്ന് പറയുന്നത്. ഓക്കെ, CPM2 ആയാലും വെജിറ്റേഷൻ ക്വാളിറ്റി ആയാലും ഗ്രാഫിക്സ് ക്വാളിറ്റി ആയാലും ഒക്കെ നൈസാണ്. വണ്ടികളുടെ ഇതും ക്വാളിറ്റി നൈസാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ല് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നടക്കാം. അത്യാവശ്യം നൈസ് കിട്ടില്ല സംഭവങ്ങളാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കാസിൻ്റെ എല്ലാം സൗണ്ടും എക്സോസ്റ്റ് നോട്ട്സൊക്കെ കിടിലോ. ഓക്കെ, ഏകദേശം നമുക്ക് റിയൽ ലൈഫുമായിട്ട് തന്നെ സാമ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ കിടിലായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സപ്പോർട്ടാവാത്ത മൊബൈൽസിലാണെങ്കിൽ ഇവരുടെ തന്നെ CPM1 എന്ന് പറഞ്ഞ വേറൊരു ഗെയിമുണ്ട്, അത് കളിച്ച് നോക്കുന്നതാണ്. അത് ഫീച്ചേഴ്സൊക്കെ കൂടുതലാണെങ്കിലും ഇതിൻ്റെ അത്ര ഒരു കിട്ടിലമായിട്ടുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ഇതായിട്ടാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അടുത്ത ഗെയിം എന്ന് പറഞ്ഞത് കാർക്ക് സ്ട്രീറ്റ് ആണ്. കാർക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് നോച്ച് ഗെയിമാണ്. നിങ്ങൾക്ക് റേസസ് ആയാലും മൾട്ടിപ്ലെയറും ഉണ്ട്, അവൈലബിൾ ആണ്. എന്നാലും കൂടുതലും നമുക്ക് റേസ് കളിച്ച് കിട്ടിലായിട്ട് അടക്കം കിട്ടില്ല. ഗ്രാഫിക്സ് ക്വാളിറ്റിയും മാപ്പ് ക്വാളിറ്റി വെജിറ്റേഷൻ ക്വാളിറ്റി എല്ലാം കിട്ടിലാണ് ഇതിൻ്റെ. ഓക്കെ, അത്യാവശ്യം ഒരു നൈസ് മൊബൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് കിടിലായിട്ട് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. ലോ എൻഡിൽ കളിക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ സപ്പോർട്ടറാണ്, എന്നാൽ ലാഗ് ഉണ്ട്. കുറച്ച് നൈസ് കിട്ടുന്ന മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് കിടിലായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. കിട്ടുന്ന ഗ്രാഫിക്സ് ക്വാളിറ്റി ഒക്കെയാണ് ഗെയിം തരുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ലീഗ് ഓൺലൈൻ എന്നാണ് ഗെയിമിൻ്റെ പേര്. ഓഫ് റോഡ് ലീഗ് ഓൺലൈൻ ഇത് പക്ക ഒരു ഓഫ് റോഡ് ഗെയിമാണ്. ഗ്രാഫിക് ക്വാളിറ്റി ആയാലും വെജിറ്റേഷൻ ക്വാളിറ്റി ആയാലും ടെക്സ്ചർ ക്വാളിറ്റീസ് ഒക്കെ ആയാലും എല്ലാം കിഡിലായിട്ട് ചെയ്തിട്ടുള്ള ഗെയിമാണ്. ഇതിൻ്റെ ഓഫ് റോഡ് മാപ്സ് ആയാലും എല്ലാം സൂപ്പറായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർസിനും അത്യാവശ്യം കാർസിൻ്റെയൊക്കെ ക്വാളിറ്റി അത്യാവശ്യം നൈസാണ്, മോശം പറയാൻ പറ്റില്ല. എന്നാലും എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഓഫ് റോഡിൻ്റെ എല്ലാം സ്പെസിഫിക്കേഷൻസും ടെക്സ്ചർ ക്വാളിറ്റീസും വെജിറ്റേഷൻ ക്വാളിറ്റിയും എൻവയൺമെന്റ് ക്വാളിറ്റിയൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത്. ഇതിന്റെ ഗ്രാഫിക്സ് കിഡിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അടുത്ത ഗെയിം മാഡ് ഔട്ട് 2 എന്നാണ് ഗെയിമിന്റെ പേര്. മാഡ് ഔട്ട് 2 ഇതും അത്യാവശ്യം നിങ്ങൾക്ക് കാറൊക്കെ ഓടിച്ച് നടക്കാൻ പറ്റിയ കിടിലൊരു ഗെയിമാണ്. അതല്ല, ഈ മാഡ് ഔട്ട് 2ന്റെ മെയിൻ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് GTA 5 RP പോലെയൊക്കെ ഇതിനകത്ത് നമുക്ക് RP ചെയ്യാൻ പറ്റും. ഓക്കെ, ഷൂട്ടിംഗ് സിറ്റുവേഷൻസ് ആയാലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അതിൻ്റെയോടൊപ്പം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് ആ ഒരു സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ് മാഡ് ഔട്ട് 2 ഗ്രാൻഡ് ഓട്ടോ റേസിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിം. ഓക്കെ, അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് ഗെയിംസാണിത്. അപ്പം ഈ ഗെയിമുകളെല്ലാം അറിയാമെന്നുള്ളവർ കാണും. ഇത് ഞാൻ ചെയ്തേക്കുന്നത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തുള്ള ഇനിയും കണ്ടൻസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത് ഏത് ടൈപ്പ് ബെസ്റ്റ് ഗെയിംസാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പം
ട്രക്ക് സിമുലേറ്റർ ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ബെസ്റ്റ് സിമുലേറ്റർ ഗെയിംസ് ആണോ നിങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓക്കെ ഗൈസ്, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.